നമ്മുടെ സ്കൂളുകൾ പൂട്ടിപ്പോകുമ്പോൾ നമുക്ക് എന്താണ് നഷ്ടപ്പെടുന്നത്? ഞാൻ പറയുന്ന ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതിയെക്കുറിച്ചാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കും, ഇന്ത്യയിലെ അഭിമാനത്തോടെ പലപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, വിദ്യാഭ്യാസമാണ് സാമൂഹ്യ പുരോഗതിയുടെ അടിത്തറ എന്ന്. എന്നാൽ ഇന്ന് നാം ചോദിക്കേണ്ടുന്ന ഒരു ഗൗരവമേറിയ ചോദ്യമുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസം വളരുകയാണോ, അതോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രം വളരുമ്പോൾ, അതോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രം വളരുമ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം കുറയുകയാണോ? കൂടുതൽ സ്കൂളുകൾ, കൂടുതൽ കോളേജുകൾ, കൂടുതൽ ഡിജിറ്റൽ സൗകര്യങ്ങൾ, കൂടുതൽ മത്സര പരീക്ഷകൾ, ഇതെല്ലാം ഉണ്ടായിട്ടും മനുഷ്യനിൽ സത്യസന്ധത, സഹാനുഭൂതി, ഉത്തരവാദിത്വ ബോധം, സാമൂഹ്യ പ്രതിബദ്ധത, മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന മനസ്സ് എന്നിവ കുറഞ്ഞിരിക്കുന്നുവെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എവിടെയോ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇത് വെറും വികാരപരമായിട്ടുള്ള ഒരു ആരോപണമല്ല. ഇന്ത്യയിലെ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ചില പുതിയ കണക്കുകൾ വളരെ ഗൗരവമേറിയ ചില ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉയർത്തുകയാണ്. നമുക്കറിയാവുന്ന പോലെ ഇന്ത്യയിലെ 94,000 സർക്കാർ സ്കൂളുകൾക്ക് എന്താണ് സംഭവിച്ചത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 2026 പ്രസിദ്ധീകരിച്ച നീതി അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗിൻ്റെ സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ ടെമ്പറൽ അനാലിസിസ് ആൻഡ് പോളിസി റോഡ് മാപ്പ് ഫോർ ക്വാളിറ്റി എൻഹാൻസ്മെൻറ്റ് എന്ന പഠനം 2014-15 മുതൽ 2024-25 വരെയുള്ള ഒരു ദശാബ്ദത്തെ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ പരിശോധിക്കുകയാണ്. ഇതുതന്നെയാണ് യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ അഥവാ UDSI എന്ന് പറയുന്ന അടിസ്ഥാനത്തിലുള്ള കണക്കും വ്യക്തമാക്കുന്നത്. ഒരു ദശാബ്ദത്തിനിടെ ഏകദേശം 94,000 സർക്കാർ സ്കൂളുകൾ നമ്മുടെ രാജ്യത്ത് പൂട്ടിപ്പോയി. നമ്മുടെ കേരളത്തിൽ അത് നമുക്കറിയാത്തതുകൊണ്ട് ഇവിടെ സർക്കാർ സ്കൂളുകളൊക്കെ തന്നെ വളരെ മികച്ചതായി എന്നുള്ളതുകൊണ്ടാണ്. എന്നാൽ ഇന്ത്യയിലെ പൊതുവിലുള്ള, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, 94,000 സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടിയെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ശരാശരി ഒരു ദിവസത്തിൽ ഏകദേശം 25 സർക്കാർ സ്കൂളുകൾ നമ്മുടെ രാജ്യത്ത് ഇല്ലാതെയായിത്തീർന്നു. 2014-15 ഇന്ത്യയിൽ ഏകദേശം 11,07,000 സർക്കാർ സ്കൂളുകൾ ഉണ്ടായിരുന്നെങ്കിൽ 2024-25 അത് 10,13,000 കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 94,000 സ്കൂളുകൾ ഇല്ലാതെയായി. അതേസമയം സ്വകാര്യ സ്കൂളുകളുടെ എണ്ണം 2,89,000 നിന്നും 3,39,000 കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000-50,000 പ്രൈവറ്റ് സ്കൂളുകളൊക്കെ ഉയരുകയും ചെയ്തു. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു മാറ്റമാണ് നമ്മുടെ രാജ്യത്തിൽ. സർക്കാർ സ്കൂളുകൾ കുറഞ്ഞു, സ്വകാര്യ സ്കൂളുകൾ വർദ്ധിച്ചു. എന്നാൽ ആനുപാതികമായിട്ടൊട്ട് വർദ്ധിച്ചിട്ടുമില്ല. എന്നാൽ അതോടൊപ്പം വിദ്യാർത്ഥികളുടെ മൊത്തം വിദ്യാഭ്യാസ എണ്ണം, അവരെ പഠിക്കാൻ പോകുന്ന എണ്ണം കുറയുകയും ചെയ്തു. 26,95,00,000 വിദ്യാർത്ഥികളിൽ നിന്നും 24,69,00,000 വിദ്യാർത്ഥികളായിട്ട് കുറഞ്ഞു. ഏകദേശം 2,26,00,000 വിദ്യാർത്ഥികൾ പഠിപ്പ് നിർത്തി. അതിൻ്റെ അർത്ഥം അവരെല്ലാം പാസ് ഔട്ടായി എന്നല്ല, മറിച്ച് അവരിൽ മിക്ക പേരും പഠനം ഉപേക്ഷിച്ചു പോയി അതുവഴിയിൽ. അപ്പോൾ ഇത്രയും വിദ്യാർത്ഥികളുടെ പഠനം അവസാനിപ്പിക്കത്തക്കവണ്ണം 94,000 സ്കൂളുകൾ അടച്ചു പൂട്ടത്തക്കവണ്ണം നമ്മുടെ രാജ്യത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെങ്കിൽ, അറിയുന്നില്ലെങ്കിൽ ഇത് വലിയ അബദ്ധമായിട്ട് മാറും. നമ്മുടെ രാജ്യം ഇരുട്ടിലേക്ക് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഞാൻ പറയുന്നതിൻ്റെ തെളിവാണ് പറയുന്നത്. 2024-25 യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ അനുസരിച്ച് ഇന്ത്യയിൽ ആകെ 14,71,000 സ്കൂളുകളും 24,69,00,000 വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ 1,01,00,000 അധ്യാപകരുമുള്ള ഒരു രാജ്യമായിരുന്നു നമ്മുടേത്. സർക്കാർ സ്കൂളുകൾ ആകെ സ്കൂളുകളുടെ 69%. അപ്പോൾ ഉദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് ഇത്രയധികം സർക്കാർ സ്കൂളുകൾ അടയ്ക്കുകയോ അല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും സ്കൂളുമായിട്ടൊക്കെ ലയിപ്പിക്കുകയോ ചെയ്തത് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് ചില വിവരങ്ങൾ അറിഞ്ഞേ പറ്റുള്ളൂ. അതിൻ്റെ രണ്ടാമത്തെ കാര്യത്തിലേക്കും വരാം. സ്കൂളുകൾ അടയ്ക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇവിടെ രാഷ്ട്രീയമായ മുദ്രാവാക്യങ്ങൾക്ക് പകരം
നമ്മൾ ചില കണക്കുകളെ കേൾക്കണം. നീതി ആയോഗ് നൽകിയതായ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന കാരണങ്ങൾ 4 എണ്ണമാണ്. അതിൽ ഒന്നാമത്തേത് സ്കൂൾ കൺസോളിഡേഷൻ അല്ലെങ്കിൽ റേഷണലൈസേഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ വിദ്യാർത്ഥികളുള്ള ചെറിയ ചെറിയ സ്കൂളുകളെ സമീപത്തുള്ള വലിയ സ്കൂളുകളുമായിട്ട് ലയിപ്പിക്കുന്ന നയമാണ് പല സ്ഥലങ്ങളിലും നടപ്പാക്കിയിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ലക്ഷ്യം അധ്യാപകരെ അടിസ്ഥാന സൗകര്യങ്ങളെയും കൂടുതലായി കാര്യക്ഷമമാക്കാൻ വിനിയോഗിക്കുക എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് സർക്കാർ പറയുന്നത്. അപ്പോൾ ടീച്ചർ സ്റ്റുഡൻറ് റേഷ്യോ മെച്ചപ്പെടുത്തുക, മികച്ച സൗകര്യങ്ങൾ ഒരു വലിയ സ്കൂളിൽ കേന്ദ്രീകരിക്കുക, അങ്ങനെ ആകുമ്പോൾ അവിടെ കൂടുതൽ വിദ്യാർത്ഥികൾ വരുമല്ലോ എന്നൊക്കെയാണ് അവരുടെ ഒന്നാമത്തെ വാദം. രണ്ടാമത് അവർ പറയുന്നത് ജനന നിരക്കിലെ കുറവ് എന്നുള്ളതാണ്. പല സംസ്ഥാനങ്ങളിലും ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞു വരികയാണ്. കുട്ടികൾ ജനിക്കുന്നതിൻ്റെ ആനുപാതികമായ വളർച്ച അല്ലെങ്കിൽ തോത് കുറയുന്നു എന്ന് പറയുന്നു. അപ്പം സ്കൂൾ പ്രായത്തിലുള്ള കുട്ടികളുടെ എണ്ണവും കുറയുകയാണ്. അതിനാൽ ചില പ്രദേശങ്ങളിൽ പഴയതുപോലെ വിദ്യാർത്ഥികൾ ലഭിക്കാത്ത സാഹചര്യം സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നു എന്നാണ് അവരുടെ മറ്റൊരു വാദം. മൂന്നാമത്തെ ഇതിനെക്കുറിച്ചുള്ള അവരുടെ ചിന്ത അല്ലെങ്കിൽ വാദം, ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ആളുകൾ കുടിയേറുന്നു. അപ്പോൾ തൊഴിൽ തേടി കുടുംബങ്ങൾ നഗരങ്ങളിലേക്ക് മാറുമ്പോൾ ഗ്രാമീണ സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം കുറയുന്നു എന്നുള്ളതാണ്. നാലാമതായിട്ട് സ്വകാര്യ വിദ്യാഭ്യാസത്തിലേക്കുള്ള മാറ്റം, ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം, മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ, അതേപോലെ തന്നെ കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റ് എന്നിവ പ്രതീക്ഷിച്ച് പല കുടുംബങ്ങളും സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ മാറ്റുന്നു. ഇതോടെ സർക്കാർ സ്കൂളുകളിലെ പ്രവേശനം കുറയുന്നു. അതിൽ വലിയൊരു പങ്ക് കൺസോളിഡേഷൻ അല്ലെങ്കിൽ റേഷണലൈസേഷൻ എന്നുള്ള നിലയിലേക്ക് വരികയും ജനസംഖ്യാ മാറ്റം, മൈഗ്രേഷൻ, പ്രൈവറ്റ് സ്കൂൾ ഷിഫ്റ്റ് എന്നിവയുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി പറയാം. പക്ഷേ അതിനപ്പുറത്ത് മറ്റൊരു പ്രധാന ചോദ്യം ഇവിടെ ഉദിക്കുന്നത്, ഒരു സ്കൂൾ അടയ്ക്കുമ്പോൾ ഒരു കെട്ടിടം മാത്രമാണോ നഷ്ടപ്പെടുന്നത്? അല്ല. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് ഗ്രാമീണ ഇന്ത്യയിൽ നമ്മൾ കാണുന്ന ഗ്രാമീണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ പല ഗ്രാമീണ അന്തരീക്ഷങ്ങളും ഉത്തരേന്ത്യയിലെ പല പട്ടണ പ്രദേശങ്ങൾക്ക് സമാനമാണിപ്പോൾ. അതുകൊണ്ടാണ് നമുക്കിതിനെക്കുറിച്ചുള്ള വേവലാതികളൊന്നും ഉണ്ടാകാതിരിക്കുന്നത്. എന്നാൽ ഗ്രാമീണ ഇന്ത്യയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ സ്കൂള് ഒരു വിദ്യാഭ്യാസ കേന്ദ്രം മാത്രമല്ല, ഒരു സാമൂഹിക കേന്ദ്രം കൂടിയാണ്. സ്കൂൾ വീടിനടുത്തില്ലാതാകുമ്പോൾ ആദ്യം നഷ്ടപ്പെടുന്നത് ആരാണ്? ചില റിപ്പോർട്ടുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് ഇതിനോട് ബന്ധപ്പെടുത്തി തരുന്നുണ്ട്. 2014 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലേക്ക് പോകുന്ന ദേശീയ ട്രാൻസിഷൻ റേറ്റ് എന്ന് പറയുന്നത് 91.58 ആയിരുന്നു. എന്നാൽ 2024 അത് 86.6% കുറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരുന്ന റേഷ്യോ എന്ന് പറയുന്നത് 2014 വരെ. ശ്രദ്ധിക്കണം, ആ ഇയർ, ആ ഒരു വർഷത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. 2014 8ാം ക്ലാസ്സിൽ നിന്ന് 9ലേക്ക് പോകുന്ന ദേശീയ ട്രാൻസിഷൻ റേറ്റ് എന്ന് പറയുന്നത് 91.58% ആയിരുന്നു. അത് 2014. എന്നാൽ 2024 അത് 86.6% കുറഞ്ഞു, താഴോട്ട് പോയി. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതി, ഇവിടെ പലരും പല കാര്യങ്ങളൊക്കെ വലിയ വാചാലമായിട്ടൊക്കെ സംസാരിക്കും. ഇപ്പോഴത്തെ ഭരണം വന്നതോടുകൂടെ, മോഡിജി വന്നതോടുകൂടെ ഇന്ത്യയിൽ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായി. എന്താ മാറ്റം? വിദ്യാഭ്യാസത്തിൽ കുത്തി നമ്മൾ മൂക്ക് കുത്തി കിടക്കുകയാണ്, ഇപ്പോൾ താഴോട്ട് കിടക്കുകയാണ്. എത്ര ശതമാനമാണ്? 8ാം ക്ലാസ്സിൽ നിന്ന് 9ലേക്കുള്ള കാര്യമാണ് ഈ പറയുന്നത്. അത് എത്ര ശതമാനമാണ് കുറഞ്ഞിരിക്കുന്നത് അറിയാമോ? ഏകദേശം 5% കൂടുതൽ കുറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ 100 കുട്ടികളുണ്ടായിരുന്നു. അതിൽ 91.58% കുട്ടികൾ അല്ലെങ്കിൽ 91 കൂടുതൽ കുട്ടികൾ 9ാം ക്ലാസ്സിലേക്ക് പോകുമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 86% അല്ലെങ്കിൽ 86 കുട്ടികളായിട്ട് കുറഞ്ഞു. ഇതാണോ നിങ്ങളുടെ ഡിജിറ്റൽ ഇന്ത്യ എന്നും ഭയങ്കര ഷൈനിങ് ഇന്ത്യ എന്നൊക്കെ പറയുന്നത് എന്ന് ചില ആളുകൾ ചോദിക്കുകയാണ്. നമ്മൾ എന്താ മോഡിജി ഇതിന് മറുപടി പറയുക? അതേസമയം പ്രൈമറി ലെവൽ ഡ്രോപ്പ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ാം ക്ലാസ്സിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആകുന്നത് 0.3% മാത്രമാണെങ്കിലും സെക്കൻഡറി ലെവലിൽ അത് 11.5 ഉയരുന്നു. സെക്കൻഡറി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈസ്കൂൾ കഴിഞ്ഞാൽ പിന്നെ 11
0.5% എന്ന് പറഞ്ഞാൽ 12ഓളം വിദ്യാർത്ഥികൾ, 200 കുട്ടികളിൽ 12 കുട്ടികൾ പഠിക്കാൻ പോകുന്നില്ല, 23 കുട്ടികൾ പഠിക്കാൻ പോകുന്നില്ല. 200 കുട്ടികളെ എടുത്താൽ 23 കുട്ടികൾ പിന്നീട് ഹയർ സ്റ്റഡീസിന് പോകുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ഒരു സാമൂഹിക യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു ചെറിയ ഗ്രാമത്തിലെ സ്കൂൾ അടച്ചുപൂട്ടി, അതിനിപ്പോൾ എന്താ കുഴപ്പം എന്നായിരിക്കും ഇപ്പം ഇവിടുത്തെ ഈ പല സാധനങ്ങൾ തിന്നുന്ന ആളുകൾ ചോദിക്കുന്നത്. അപ്പം ഇവിടെ കുട്ടിക്ക് ഇനി കൂടുതൽ ദൂരം യാത്ര ചെയ്യേണ്ടി വരും. സ്കൂള് അടച്ചു, അവിടെ ഇനി സ്കൂളില്ല. അപ്പോൾ ആ ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകണം. അപ്പോൾ ഇതിനകത്ത് 2-3 പ്രശ്നം വേറെ കിടപ്പുണ്ട്, ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ രാജ്യത്തിൽ കൊടികുത്തി വാഴുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ആദരണീയനായിരിക്കുന്ന മല്ലികാർജുൻ ഉണ്ടായ ഒരു വലിയ ദുരന്തത്തെക്കുറിച്ച്, വേദനയെക്കുറിച്ച് അദ്ദേഹം പങ്കുവെച്ചത് ഞാൻ പറയുകയുണ്ടായല്ലോ. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഒരു ഗ്രാമത്തിലെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ഒരു പ്രത്യേക കാസ്റ്റ് അവിടെ സ്കൂളുള്ളപ്പോൾ അവിടെ പോകും. എന്നാൽ മറ്റൊരു ഗ്രാമത്തിൽ വേറെ കാസ്റ്റ് ആയിരിക്കും. അവിടേക്ക് ഈ കാസ്റ്റിൽ ഉൾപ്പെട്ട ഈ ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് അല്ലെങ്കിൽ ഉപജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് അവിടെ പ്രവേശനം നിഷേധിക്കപ്പെടും. ഇത് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പം മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് മാത്രമായില്ല, നമുക്ക് പ്രതികരണശേഷി നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇതിനെതിരെ ശബ്ദിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരണം. നമ്മൾ ഈ വോട്ടുപെട്ടിയിലേക്ക് ആളുകളെ വോട്ട് ചെയ്യിക്കാൻ വേണ്ടി കൊണ്ടുപോയ പാത്രം പോരാ. ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ ഇത് നമ്മൾ കർക്കശമായിട്ട് സംസാരിച്ചേ പറ്റുള്ളൂ. ഇന്നലെ എൻ്റെ വീഡിയോയുടെ ചുവട്ടിൽ ഒരു മാന്യ സുഹൃത്ത് വന്ന് ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട്, പുരോഹിതൻ്റെ പരിപാടി ചെയ്താൽ പോരെ എന്ന്. പുരോഹിതൻ്റെ പരിപാടി ഇതൊക്കെ തന്നെയാണ്. നിങ്ങളെ ബോധവൽക്കരിക്കുക, ഈ ചാണകക്കുണ്ടി കിടക്കുന്നവനെയൊക്കെ അതിൽ നിന്ന് വലിച്ചു കയറ്റുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം, ധാർമ്മിക ഉത്തരവാദിത്വം പുരോഹിതന്മാർക്കുള്ളതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അത് കേൾക്കാനായിട്ട് മനസ്സ് കാണിച്ചാൽ നന്നാകാം, വരുന്ന തലമുറയും നന്നാകും. ഇല്ലെങ്കിൽ പിന്നെയും ചാണകത്തിൽ കിടന്ന് ചാകത്തേ ഉള്ളൂ, കുണ്ടളപ്പുഴുവിനെ പോലെ കിടന്നരിക്കുകയുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് ഉയർന്നു വരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം ഇതിനകത്തെ സാമൂഹിക യാഥാർത്ഥ്യം നമുക്ക് കാണാതെ കണ്ണടയ്ക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ദൂരത്തേക്ക് കുട്ടികൾ പോകാൻ മടിക്കും. മാത്രവുമല്ല, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് യാത്ര സുരക്ഷ ഒരു പ്രശ്നവുമാകും. അതുകൊണ്ട് ഒറ്റപ്പെട്ട് കഴിയുന്ന വീടുകളിൽ നിന്നൊന്നും കുഞ്ഞുങ്ങളെ ദൂരത്തേക്ക് പഠിക്കാൻ വിടുകയില്ല. അപ്പോൾ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമാണെങ്കിൽ യാത്രാ ചെലവും പ്രശ്നമാകും. അങ്ങനെ ചെറിയൊരു ഭരണപരമായ തീരുമാനം കൊണ്ട് വലിയൊരു തലമുറയാണ് നമ്മുടെ രാജ്യത്ത് നമ്മൾ ഇല്ലാതെയാക്കുന്നത്. അതാണ് പലരുടെയും താല്പര്യവും. കാരണം വിദ്യാഭ്യാസം വന്ന് പുരോഗതികൾ കൈവരിക്കുകയാണെങ്കിൽ പലർക്കും അവരുടെ കൊള്ളരുതായ്മകളും ജാതി വ്യവസ്ഥകളും നിലനിർത്താൻ കഴിയുകയില്ല എന്നുള്ള ഭയം അവരെ ത്രസിക്കുന്നതുകൊണ്ട് അവരെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാതിരിക്കുന്നതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമെന്ന് തോന്നും. ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ വലിയ പ്രത്യാഘാതമായിട്ട് മാറ്റുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ യൂണിയൻ സർക്കാർ എടുത്തിരിക്കുന്നത് എന്നുള്ളത് ഖേദപൂർവ്വം നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ചില റിപ്പോർട്ടിൽ വിദ്യാഭ്യാസ പ്രവർത്തകരുടെ മുന്നറിയിപ്പായിട്ട് പറയുന്നത് ഇത് തന്നെയാണ്. എന്താണ് അവർ പറയുന്നത്? നൈബർഹുഡ് സ്കൂളിൽ അടയ്ക്കുന്നത് റൂറൽ സ്റ്റുഡൻസിനെ, പ്രത്യേകിച്ച് ഗേൾസിനെ കൂടുതൽ ദൂരം യാത്ര ചെയ്യേണ്ട സാഹചര്യം സൃഷ്ടിക്കുകയും സെക്കൻഡറി ഡ്രോപ്പ് ഔട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. പഠിക്കാൻ അത്യധികം കൊതിയുള്ള കുഞ്ഞുങ്ങൾ പോലും ദൂരത്തേക്ക് പോയി പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് പഠനം നിർത്തുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് വിദ്യാർത്ഥികളെ മാത്രമല്ല, ഭാവിയുടെ സംഭാവനകളെയാണ്. ഭാവിയിൽ അവർ ആരായിത്തീരുമെന്ന് ആർക്ക് പറയാൻ കഴിയും? അപ്പോൾ പഠിക്കാൻ സാഹചര്യങ്ങളില്ലാതെ വരുമ്പോൾ ഓരോ കുട്ടിയും അവനല്ലാതായിത്തീരുകയാണ്. അവരെ നമ്മൾ അവരുടെ മണ്ട മുരടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്കൂൾ കൺസോളിഡേഷൻ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് എക്സർസൈസ് മാത്രമായി കാണരുത്. അത് സാമൂഹ്യ നീതിയുടെ വിഷയമായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ വേറൊരു രസാവഹമായ കാര്യം, നാഷണൽ മീഡിയകളോ നമ്മുടെ സംസ്ഥാനത്തിലെ ഒരൊറ്റ മീഡിയകളോ ഇതിനെതിരെ ഒരു ചർച്ച സംഘടിപ്പിച്ചിട്ടില്ലെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അവർക്ക് ചർച്ച ചെയ്യാൻ വേറെ പല വിഷയങ്ങളുമുണ്ട്. എന്നാൽ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കേണ്ടതായ ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു വിശകലനം നടത്താനോ അത് അപകടത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടെത്തിക്കുമെന്ന് അധികാരികളെ അറിയിക്കാനോ മെനക്കെടേണ്ടുന്ന അല്ലെങ്കിൽ ശ്രമിക്കേണ്ടതായിട്ടുള്ള ചാനലുകൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ അതിൽ നിശബ്ദത പാലിക്കുന്നു എന്നുള്ളത് എത്ര ഖേദകരമായ കാര്യമാണ്. നാലാമതായിട്ട്, വിദ്യാഭ്യാസത്തിൻ്റെ അർത്ഥം അത്
മാർക്കായിട്ട് ചുരുങ്ങുമ്പോൾ ഇവിടെയാണ് നാം മൂല്യച്യുതി എന്ന വിഷയത്തിലേക്ക് എത്തുന്നത്. ഇന്ന് പല കുടുംബങ്ങളിലും വിദ്യാഭ്യാസത്തിൻ്റെ വിജയത്തിൻ്റെ അളവുകോൽ എന്ന് പറയുന്നത് നിനക്ക് എത്ര മാർക്കുണ്ട്, എത്രാമത്തെ റാങ്കാണ്, ഏത് കോളേജിലാണ് പഠിക്കുന്നത്, എത്ര സാലറി ഉണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലാണ് അവരുടെയൊക്കെ ശ്രദ്ധ. പക്ഷേ ഒരു കുട്ടി നല്ല മാർക്ക് നേടുകയും അതേസമയം വളരെ മോശമായിട്ടുള്ള ജീവിത നിലവാരം തിരഞ്ഞെടുക്കുകയും കള്ളം പറയാനും മദ്യപിക്കാനും മയക്കുമരുന്നുകൾക്കും ലഹരിക്കൊക്കെ അടിമയാകുകയും അതേപോലെ മറ്റുള്ളവരെ അപമാനിക്കുകയും മറ്റുള്ളവരോട് അപമര്യാദയായിട്ട് പെരുമാറുകയും പരാജയപ്പെട്ട സഹപാഠിയെ സഹായിക്കാതിരിക്കുകയും അതേപോലെ തന്നെ ചീറ്റിംഗ് സ്വഭാവമുള്ളവനായി തീരുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നാം അവനെ വിദ്യാഭ്യാസമുള്ളവനെന്ന് വിളിക്കാൻ കഴിയുമോ? ആ വ്യക്തിക്ക് വിദ്യാഭ്യാസം കിട്ടിയത് കൊണ്ട് എന്ത് പ്രയോജനം? അപ്പം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ബുദ്ധിയെ വളർത്തുന്നതായിരിക്കണം, പക്ഷെ അതോടൊപ്പം തന്നെ സ്വഭാവത്തെയും വളർത്തണം. ACR അല്ലെങ്കിൽ ആനുവൽ സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് 2024 അനുസരിച്ച് രാജ്യത്തെ 26 സംസ്ഥാനങ്ങളും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെ 600-ലധികം ജില്ലകളിൽ 6.5 ലക്ഷത്തിലധികം കുട്ടികളെ ഉൾപ്പെടുത്തി ഒരു പഠനം നടത്തുകയുണ്ടായി. അതിനകത്ത് അവർ ചോദിച്ച ചോദ്യങ്ങൾ വായന, അതേപോലെ ഗണിതം തുടങ്ങിയ അടിസ്ഥാന ലേണിംഗ് ഔട്ട്കംസ് മാത്രമല്ല, കുട്ടികളുടെ സ്കൂളിംഗ് പാറ്റേൺസ്, ഡിജിറ്റൽ ആക്സസ് എന്നിവയും അതിൽ അവരെ പരിശോധിച്ചു. അതായത് ഇന്ന് വിദ്യാഭ്യാസത്തിൻ്റെ വെല്ലുവിളി കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ടോ എന്നതിൽ അവസാനിക്കുന്നില്ല. അതിനോട് ചേർന്ന് ചോദിക്കേണ്ടതായ മറ്റൊരു ചോദ്യം, അവർ എന്താണ് പഠിക്കുന്നത്? അതിലും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, അവർ പഠിച്ചതിലൂടെ എങ്ങനെയുള്ള മനുഷ്യരായി അവർ മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വളരെ പരിതാപകരമായിരുന്നു ആ പഠനത്തിൻ്റെ. 5-മത്തേത്, മൂല്യച്യുതിയുടെ ചില മുന്നറിയിപ്പുകൾ പറയട്ടെ. മൂല്യച്യുതി എന്നത് ഒരു സിംഗിൾ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് കൊണ്ട് അളക്കാൻ കഴിയുന്ന ഒന്നല്ല. എന്നാൽ വിദ്യാർത്ഥികളുടെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള വിവിധ പഠനങ്ങൾ പല ആശങ്കകളും വളരെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുകയാണ്. 2024 പ്രസിദ്ധീകരിച്ച ഒരു പഠനം സൗത്ത് ഇന്ത്യയിലെ 169 സ്കൂൾ ഗോയിങ് അഡോൾസൻസിൽ ബുള്ളിങ്ങിൻ്റെ വിവിധ രൂപങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. അത് ഫിസിക്കൽ, വെർബൽ, സോഷ്യൽ ആൻഡ് റിലേഷണൽ, ട്രഡീഷണൽ, വെർച്വൽ ക്ലാസ് റൂം സാഹചര്യങ്ങളെല്ലാം അവർ പരിശോധിച്ചു. മറ്റൊരു സൗത്ത് ഇന്ത്യൻ പഠനം ഉടുപ്പി ജില്ലയിലെ, നമ്മുടെ കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ 205 7th to 9th ഗ്രേഡ് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബുള്ളിങ്ങിനെ കുറിച്ച് ഉള്ള എക്സ്പീരിയൻസസ്, അതേപോലെ അവരുടെ പെർസ്പെഷൻസ്, അതേപോലെ അവരുടെ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം പരിശോധിക്കാനിടയായി. ഇവ ദേശീയ കണക്കുകളല്ല കേട്ടോ. അതിനാൽ ഇന്ത്യയിലെ ഇത്ര ശതമാനം കുട്ടികൾ ബുള്ളിങ്ങിൽ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. എന്നാലും അവ നമ്മൾ പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അക്കാഡമിക് ലേണിംഗ് മാത്രം പോരാ, കുട്ടികളുടെ റിലേഷൻഷിപ്സ്, അതുപോലെ അവരുടെ എമ്പതി, അവരുടെ ബഹുമാന റെസ്പെക്റ്റ്, അതേപോലെ അവരുടെ വൈകാരികമായിട്ടുള്ള മാനസിക ഉയർച്ചകൾ, ഇമോഷണൽ വെൽബീയിങ്, അതേപോലെ റെസ്പോൺസിബിൾ ബിഹേവിയർ എന്നിവയും വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാകണം എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ അക്കാഡമിക് ഡിസോണസ്റ്റിയെക്കുറിച്ചുള്ള 2024 ഒരു പഠനത്തിൽ 76 എലിമെൻ്ററി സ്കൂൾ ഏജ്ഡ് ചിൽഡ്രനിൽ 27% പേര് സ്കൂളിൽ ചീറ്റിംഗ് ചെയ്തിട്ടുണ്ടെന്ന് സെൽഫ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ കോപ്പിയടിക്കുന്ന, കുഞ്ഞു പ്രായത്തിലെ കോപ്പിയടി, അതേപോലെ തന്നെ മറ്റു വസ്തുക്കളൊക്കെ മോഷ്ടിക്കുക, എല്ലാ തരത്തിലുള്ള കുട്ടിത്തരങ്ങൾ മാത്രമല്ല, അതിനകത്ത് കള്ളത്തരങ്ങൾ വ്യാപിപ്പിക്കുക. 27%, 100 കുഞ്ഞുങ്ങളെ എടുക്കുമ്പോൾ 27 കുഞ്ഞുങ്ങൾ ഈ തരത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ മുഴുവനും പ്രതിനിധീകരിക്കുന്ന ദേശീയ കണക്കായിട്ട് ഇത് നമുക്ക് തൽക്കാലം ഉപയോഗിക്കാൻ കഴിയില്ലെങ്കിലും ദേശീയ തലത്തിൽ ഇതിനേക്കാൾ എത്ര മടങ്ങ് അധികമായിരിക്കും. എന്നാൽ കുട്ടികൾ ചീറ്റിങ്ങിനെ എങ്ങനെയാണ് കാണുന്നത് എന്നതിനെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ ആവശ്യകത ഇത് വ്യക്തമാക്കുകയും കൂടിയാണ്. അപ്പം നിങ്ങൾ പറഞ്ഞേക്കാം, മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കൂലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസ് മാത്രമല്ല, നമ്മുടെ രാഷ്ട്രീയ ബൊങ്കുവന്മാരൊക്കെ കാണിച്ചു കൂട്ടുന്ന, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ബ്യൂറോക്രാറ്റ്സും അതേപോലെയുള്ള പൊളിറ്റീഷ്യൻസും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ വരച്ച് കാണിച്ചിരിക്കുന്ന ചില ചിത്രങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കൂടെ നോക്കുമ്പോൾ കുട്ടികൾക്കും ഇങ്ങനെയൊക്കെ ആയാലേ തനിക്കും നേതാവാകാൻ പറ്റുള്ളൂ, തനിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകണമെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം എന്നൊരു ധാരണ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്കുണ്ടായിരിക്കുകയാണ്.
അതിനാൽ സ്റ്റുഡൻസിനോടുള്ള നമ്മുടെ ചോദ്യം, നീ എത്ര മാർക്ക് നേടി എന്നതിൽ നിന്ന് നീ എത്ര സത്യസന്ധനായി എന്നുള്ള ആ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ മാറണം. ആറാമതായിട്ട്, വിദ്യാഭ്യാസം മനുഷ്യനെ നിർമ്മിക്കാതെ ഉൽപ്പന്നം നിർമ്മിക്കുകയാണ്. ഇതാണ് ഏറ്റവും ഗൗരവമുള്ള ചോദ്യം. വിദ്യാഭ്യാസം എന്ന് പലപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണപ്പെടുകയാണ്. കുട്ടിയെ പഠിപ്പിച്ചാൽ നല്ല ജോലി ലഭിക്കും. തീർച്ചയായിട്ടും ജോലി വേണം, വേണ്ട എന്നല്ല. സാമ്പത്തിക സുരക്ഷ വേണം നമുക്ക്. അതാണ് നമ്മുടെ ആത്യന്തികമായിട്ടുണ്ടാകേണ്ടുന്ന പഠനം കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട് ഉണ്ടാകേണ്ടുന്നതായ ലക്ഷ്യങ്ങളൊന്ന്, പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളൊന്ന്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും നമുക്ക് വേണം. പക്ഷേ ജോലി കിട്ടിയ മനുഷ്യൻ നല്ല മനുഷ്യനായില്ലെങ്കിൽ സമൂഹത്തിന് എന്ത് പ്രയോജനം? ഒരു ഡോക്ടർക്ക് അറിവുണ്ട്, പക്ഷേ കരുണയില്ലെങ്കിലോ രോഗിയോട് അങ്ങനെ ആയിരിക്കും പെരുമാറുക. ഒരു എഞ്ചിനീയർക്ക് നല്ല അറിവുകളുണ്ട്, പക്ഷേ അയാൾക്ക് ഉത്തരവാദിത്വമില്ലെങ്കിലോ? ഒരു ഉദ്യോഗസ്ഥൻ അധികാരമുള്ളവനാണ്, പക്ഷേ സത്യസന്ധതയില്ലെങ്കിലോ? ഒരു അഭിഭാഷകന് നിയമം അറിയാം, പക്ഷേ നീതിബോധമില്ലെങ്കിലോ? ഒരു അധ്യാപകന് സിലബസ് അറിയാം, പക്ഷേ വിദ്യാർത്ഥിയോട് സ്നേഹമില്ലെങ്കിലോ? അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എവിടെയാണ് അന്തർലീനമായിരിക്കുന്നത്? ഏഴാമതായിട്ട്, അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം വീണ്ടും ചർച്ച ചെയ്യപ്പെടണം. ദിനംതോറും ചർച്ച ചെയ്യപ്പെടണം. ചാനലുകളിലും മറ്റെല്ലാ മേഖലകളിലും നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. 2024 പാരാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് അസസ്മെൻറ്റ് റിവ്യൂ ആൻഡ് അനലൈസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡിപ്പാർട്ട്മെൻറ്റ് രാഷ്ട്രീയ സർവേഷനിൽ രാജ്യത്തെ 36 സ്റ്റേറ്റുകളും അതേപോലെ തന്നെ യൂണിയൻ ടെറിട്ടറി എല്ലാം കൂടെ ചേർന്നുള്ള 36 സ്ഥലങ്ങളിലായിട്ട് 21 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളും 74,000-ത്തിലധികം സ്കൂളുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ തോതിലുള്ള അസസ്മെൻ്റ് നടത്തുകയുണ്ടായി. അതിനകത്ത് ഗ്രേഡ് 3, അതായത് ക്ലാസ് 3-ാം ക്ലാസ്സിലെയും 6-ാം ക്ലാസ്സിലെയും 9-ാം ക്ലാസ്സിലെയും കുട്ടികളെയാണ് അവർ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. അപ്പം അവർ പരിശോധിച്ചപ്പോൾ ലേണിംഗ് ഔട്ട്കമ്മിനൊപ്പം സ്കൂൾ എൻവയോൺമെൻറ്റ്, ഇമോഷണൽ വെൽബീയിങ്, ഇൻക്ലൂസിവിറ്റി, അതേപോലെ തന്നെ അവരെ ഉൾക്കൊള്ളുവാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ വിഷയങ്ങളിലേക്കും സർവേ ശ്രദ്ധ നൽകുകയുണ്ടായി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സർവേ ആയിരുന്നു. അപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിലൊക്കെ നമ്മുടെ സ്കൂൾ നിലവാരങ്ങൾ വളരെ താഴെയാകുന്നു എന്നുള്ളതാണ്. കാരണം ഈ വിദ്യാഭ്യാസത്തെ ഇനിയും വെറും ടെക്സ്റ്റ് ബുക്ക് നോളജായിട്ട് നമുക്ക് കാണാൻ കഴിയില്ലെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. വിദ്യാഭ്യാസ സമം അറിവ് പ്ലസ് കഴിവ് പ്ലസ് സ്വഭാവം പ്ലസ് ഉത്തരവാദിത്വം പ്ലസ് മനുഷ്യത്വം എന്നുള്ള നിലയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കണം. ഇതാണ് നമുക്ക് വീണ്ടും തിരിച്ചു പിടിക്കേണ്ടതായ സമഗ്ര വിദ്യാഭ്യാസ ദർശനം. ഇതില്ലാതെ നമ്മൾ എത്ര AI കൊണ്ട് പഠിപ്പിച്ചാലും അതൊരു പ്രയോജനം ഉണ്ടാകുകയില്ല. എട്ടാമതായിട്ട്, സ്കൂൾ പൂട്ടുന്നതിന് മുമ്പ് ചോദിക്കേണ്ടുന്ന 5 ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ സർക്കാർ അത് ചോദിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. ഒരു ചെറിയ സർക്കാർ സ്കൂളിൽ വിദ്യാർത്ഥികൾ കുറവാണെങ്കിൽ കൺസൾട്ടേഷൻ ചിലപ്പോൾ ആവശ്യമായേക്കാം. എന്നാൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പേ 5 കാര്യങ്ങൾ സർക്കാർ ചോദിക്കേണ്ടതായിരുന്നില്ലേ? അതിൽ ഒന്നാമത്തേത്, കുട്ടികൾക്ക് പുതിയ സ്കൂളിലേക്ക് സുരക്ഷിതമായിട്ട് എത്താൻ കഴിയുമോ? 2, പെൺകുട്ടികളുടെ സുരക്ഷയും അറ്റൻഡൻസും എങ്ങനെ അവരെ ബാധിക്കും? കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ദൂരത്തിലേക്കൊക്കെ പെൺകുട്ടികളെ തനിയെ വിടാനായിട്ട് പാരൻസ് ഇഷ്ടപ്പെടുകയില്ല. 3ാമതായിട്ട്, സാമ്പത്തികമായിട്ട് പിന്നോക്ക കുടുംബങ്ങളിലെ കുട്ടികൾക്ക് അധിക യാത്രഭാരം ഉണ്ടാകുമോ? അതായത് ഒരു ഗ്രാമത്തിലെ സ്കൂൾ പൂട്ടി കുറച്ചുകൂടെ പട്ടണ പ്രദേശങ്ങളിലേക്ക് പോയി പഠിക്കേണ്ടി വരുമ്പോൾ അതിന് സ്കൂൾ ബസ്സുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബസ്സുകളോ ആശ്രയിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതവർക്ക് യാത്രാഭാരം ഉണ്ടാക്കുകയില്ലേ? 4ാമതായിട്ട്, പുതിയ കോമ്പോസിറ്റ് സ്കൂൾ യഥാർത്ഥത്തിൽ മികച്ച വിദ്യാഭ്യാസം നൽകുന്നുണ്ടോ? ഇനിയിപ്പോൾ നിങ്ങൾ ഇവിടുത്തത് വലിയ ഗുണമൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് അപ്പുറത്ത് പോയി തുടങ്ങി. പക്ഷെ അവിടുത്തെ സ്റ്റാൻഡേർഡ് എങ്ങനെയുണ്ട്? അത് ഈ കുട്ടികൾക്ക് എത്രത്തോളം പൊരുത്തപ്പെടാൻ കഴിയും? 5ാമതായിട്ട്, സ്കൂൾ അടയ്ക്കുമ്പോൾ ആ പ്രദേശത്തിൻ്റെ സാമൂഹ്യ വിദ്യാഭ്യാസ അന്തരീക്ഷത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് സർക്കാർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? കാരണം കുറച്ച് സ്കൂളുകൾ കൂടുതൽ സൗകര്യങ്ങൾ എന്ന ഒരു കണക്ക് എല്ലായിടത്തും ഒരേ രീതിയിൽ പ്രവർത്തിക്കണമെന്നില്ല എന്നുള്ളത് സർക്കാർ അറിയണമായിരുന്നു. അപ്പോൾ 9ാമതായിട്ട് നമ്മൾ ഇതിനോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നത്, നമുക്ക് എന്താണ് ആവശ്യമായിരിക്കുന്നത്? ഇന്ത്യക്ക് ഇന്ന് കൂടുതൽ കെട്ടിടങ്ങൾ മാത്രം ആവശ്യമില്ല, കൂടുതൽ മനുഷ്യരെ നിർമ്മിക്കുന്ന വിദ്യാഭ്യാസമാണ് ആവശ്യം. കുട്ടികൾക്ക് മാത്തമാറ്റിക്സ് പഠിപ്പിക്കണം, സയൻസ് പഠിപ്പിക്കണം, ടെക്നോളജി പഠിപ്പിക്കണം, അതേപോലെ തന്നെ
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവരെ പഠിപ്പിക്കണം, അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കണം, മറ്റു ഭാഷകൾ അവരെ പഠിപ്പിക്കണം. പക്ഷേ അതോടൊപ്പം സത്യം പറയാനും കൂടെ നമ്മൾ പഠിപ്പിക്കേണ്ടതല്ലേ? ആ സത്യം പറയണമെന്ന് കുട്ടികളോട് പറയുന്നതായിട്ടുള്ള ഈ രാഷ്ട്രീയ അധികാരികൾ, നിങ്ങൾ സത്യം പറയുന്നവരായിരിക്കണം. പൊള്ളത്തരങ്ങളും വെറുതെ മനുഷ്യനെ പറ്റിക്കുന്ന പരിപാടികളും വെച്ചുകൊണ്ട് കുട്ടികൾ സത്യം പറയണം എന്ന് കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വലിയ അപകടമാണ് കേട്ടോ. അതാ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ. അപ്പം മറ്റുള്ളവരെ ബഹുമാനിക്കാൻ നിങ്ങൾ പഠിപ്പിക്കണം. നിങ്ങൾ മറ്റുള്ളവരെ ബഹുമാനിച്ച് കാണിക്കുമ്പോഴാണ് മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുക. ദുർബലരെ സഹായിക്കാൻ നിങ്ങൾ പഠിപ്പിക്കണം. പരാജയപ്പെട്ടവനെ പരിഹസിക്കാതെ കൈ പിടിക്കാനായിട്ട് പഠിപ്പിക്കണം. അധികാരം ലഭിച്ചാൽ ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കാനായിട്ട് മറ്റു കുട്ടികളെ പഠിപ്പിക്കണം. വിജയിച്ചാൽ അഹങ്കാരി ആകാതിരിക്കാനും അതോടൊപ്പം തന്നെ പരാജയപ്പെട്ടാൽ അതിൽ തകർന്നു പോകാതിരിക്കാനും പഠിപ്പിക്കണം. ഇപ്പം ഈ അടുത്ത സമയത്ത് MA കോളേജിൽ ഉണ്ടായ സംഭവം നമുക്കറിയാമല്ലോ. ഒരു 19 വയസ്സുകാരൻ പയ്യൻ ആത്മഹത്യ ചെയ്തു അല്ലേ. അവന് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന പയ്യന് അവന് താങ്ങാൻ കഴിഞ്ഞില്ല, അവന് സെമസ്റ്ററിൽ അവൻ പിന്നോട്ട് പോയത്. അപ്പം ഇങ്ങനെ തകരാതിരിക്കാനായിട്ട് അവരെ പഠിപ്പിക്കണം. അപ്പം ഇതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത്. ഇപ്പം ഇന്ത്യയിലെ 94,000 സർക്കാർ സ്കൂളുകളുടെ കുറവ് ഒരു വലിയ കണക്ക് തന്നെയാണ്. അതിൻ്റെ പിന്നിൽ ഡെമോഗ്രാഫിക് ഡിക്ലൈൻ ഉണ്ട്, അതേപോലെ റൂറൽ ടു അർബൻ മൈഗ്രേഷൻ ഉണ്ട്, സ്കൂൾ റേഷണലൈസേഷൻ ഉണ്ട്, പ്രൈവറ്റ് എഡ്യൂക്കേഷനിലേക്കുള്ള ഷിഫ്റ്റ് ഉണ്ട്, അതോടൊപ്പം റൂറൽ ചിൽഡ്രൻ, ഗേൾസ് സെക്കൻഡറി സ്കൂൾ ട്രാൻസിഷൻ, ഡ്രോപ്പ് ഔട്ട് തുടങ്ങിയ വിഷയങ്ങളിലുള്ള യഥാർത്ഥ ആശങ്കകളുമുണ്ട്. അതിലും വലിയൊരു ചോദ്യം, നമ്മുടെ വിദ്യാഭ്യാസം എന്തിനു വേണ്ടിയാണ്? തൊഴിൽ നേടാൻ വേണ്ടി മാത്രം മതിയോ നമുക്ക് വിദ്യാഭ്യാസം? മത്സരത്തിൽ ജയിക്കാൻ വേണ്ടി മാത്രം മതിയോ നമുക്ക് വിദ്യാഭ്യാസം? മാർക്ക് നേടാൻ വേണ്ടി മാത്രം മതിയോ വിദ്യാഭ്യാസം? പോരാ. വിദ്യാഭ്യാസത്തിൻ്റെ അന്തിമ ലക്ഷ്യം മനുഷ്യനെ മനുഷ്യനാക്കുക എന്നുള്ളതാണ്. സ്കൂളുകളുടെ എണ്ണം കുറയ്ക്കാതെ രാജ്യത്തിന് നല്ല വിദ്യാഭ്യാസം നൽകാൻ സാധിക്കുമോ? സാധിക്കുകയില്ല. വിദ്യാഭ്യാസം വേണമെങ്കിൽ സ്കൂളുകളുടെ എണ്ണം കുറയാൻ പാടില്ല. അതോടൊപ്പം മനുഷ്യൻ്റെ മൂല്യങ്ങൾ കുറഞ്ഞാൽ എത്ര സ്കൂളുകളും സർവകലാശാലകളും പണിതാലും ഒരു നല്ല സമൂഹത്തെ നിർമ്മിക്കാനും കഴിയുകയില്ല. അതുകൊണ്ട് ഇന്ന് ഇന്ത്യക്ക് ആവശ്യം മോർ എഡ്യൂക്കേഷൻ എന്നതിലുപരി ബെറ്റർ എഡ്യൂക്കേഷനാണ്. അതിനും അപ്പുറം വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. അറിവുള്ള തലകൾ മാത്രമല്ല സത്യസന്ധതയുള്ള ഹൃദയങ്ങളും ഉത്തരവാദിത്വമുള്ള കൈകളും മനുഷ്യ സ്നേഹമുള്ള മനസ്സുകളുമുള്ള ഒരു തലമുറയെ വളർത്തുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ വിജയം. അതിൽ യൂണിയൻ സർക്കാർ പരാജിതരായി എന്നത് അടിവരയിടുന്നതാണ് CJPയുടെ അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ജന്മം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ സർക്കാർ വിദ്യാഭ്യാസ രംഗത്ത് അമ്പേ പരാജയമാണ് എന്നുള്ളത് നമുക്കൊക്കെ അടിവരയിട്ട് സമ്മതിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിജിയോട് ചില കാര്യങ്ങൾ അടുത്ത എൻ്റെ വീഡിയോയിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്, അങ്ങയുടെ പ്രസംഗത്തെ ബേസ് ചെയ്തുകൊണ്ട്. താങ്ക് യു വെരി മച്ച്.